വാട്ട്സ് അപ്പ് ഗൈസ്, നത്തിങ് ഫോർ എ ഫാനിന് എങ്ങനെയുണ്ടെന്ന് എൻ്റെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയുണ്ട്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ബാക്കി വരുത്തിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ കോമെൻറ്റ്. പക്ഷേ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള നത്തിങ് ഹാസ് ഇംപ്രൂവ്ഡ് അവരുടെ ക്യാമറ ഗെയിം. അവരുടെ ക്യാമറാസിനകത്ത് ഫണ്ടമെൻ്റലി ഇച്ചിരി ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. കളേഴ്സ് ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, അതിനകത്ത് എനിക്ക് നത്തിങ്ങിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അവർ കോൺസ്റ്റൻ്റ്ലി എഫേർട്ട് ഇട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡ് ചെയ്യാണ്. നത്തിങ് 3 ഒരു ഫാൻസി ഫോണാണ്. അതിനകത്ത് കുറച്ച് ഫാൻസി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഗ്ലിഫും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്താ പറയുക, യൂത്തിനെ അട്രാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ നത്തിങ് ഫോർ എ എൻ്റയർലി ഓപ്പോസിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം മെയ് ഒന്നിപ്പം 25 രൂപ അറൗണ്ട് കാർഡ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടും. അതിന് ഫണ്ടമെൻ്റലി ഇതൊരു നൈസ് ഫോണാണ്. കാരണം നല്ല ബാറ്ററി ലൈഫ്, നല്ല പെർഫോമൻസ്, നല്ല ക്യാമറ, കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ. ഗ്ലിഫ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വേറൊരു സാധനമാണ്. പക്ഷേ ലൈറ്റ് കത്തും, പക്ഷേ ഗ്ലിഫ് അല്ല. പ്രോപ്പർലി ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഐ ലൈക്ക് ദിസ് ഫോൺ. ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ യെസ്, പക്ഷേ നോ, പക്കയായിട്ട് പറഞ്ഞുതരാം. സോ ഗൈസ്, വെൽക്കം ടു ശ്രീസ് റിവ്യൂ. ആദ്യമായിട്ട് അതിനെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓണസ്റ്റ് റിവ്യൂസ് മാത്രമേ പറയാറുള്ളൂ. കള്ളത്തരങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കള്ളത്തരം പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ മറ്റു പിടിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ബ്രാൻഡ് ഓഫേഴ്സ് ഒക്കെ വന്നിട്ട് തള്ളി കളഞ്ഞിട്ടുണ്ട്. ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് ആദ്യം ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത് 205 ഗ്രാം വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം വലിയൊരു ഫോണാണ്. നമ്മൾ കൈ പിടിക്കാനാണ് ഇച്ചിരി കനമുണ്ട്. കൺസ്ട്രക്ഷൻ സോളിഡ് ആണ്, പക്ഷേ നമുക്കൊരു ഫ്രെയിമൊക്കെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പ്ലാസ്റ്റിക് ഈ ഫീല് 100% കിട്ടും. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 7 ആയി, ബാക്കിൽ ഗ്ലാസ് എന്നാണ് അവർ പറയപ്പെടുന്നത്. എന്ത് ഗ്ലാസ് ആണെന്ന് അവർ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഇത് താഴോട്ട് പൊട്ടിക്കുള്ള സാമ്പത്തികമൊന്നുമില്ല. പക്ഷേ ഭയങ്കര കിടിലം കൺസ്ട്രക്ഷനോ ഒരു മെറ്റൽ സോളിഡ് ഫീലോ ഒന്നും കിട്ടത്തില്ല. ഈ പ്രൈസ് റേഞ്ചിന് ഓക്കെ കൺസ്ട്രക്ഷനാണ്. പിന്നെ ഇവരുടെ ബോക്സിൻ്റെ അകത്തൊരു ട്രാൻസ്പെറൻറ്റ് കേസ് വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു കേസാണെന്ന് എനിക്ക് പറയാനുണ്ട്. കുഴപ്പമില്ല. IP64 സർട്ടിഫിക്കേഷൻ ഉണ്ട്. 68 69 ഒന്നും അല്ല, IP64 ആണ്. എന്ന് പറഞ്ഞാൽ ഡസ്റ്റിന് അത്യാവശ്യം നല്ല, പക്ഷേ വാട്ടറിന് ബെറ്റർ ആക്കാമായിരുന്നു അവർക്ക്. ഞാൻ ഫസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എന്നാലും അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത് ചെറിയ സ്പ്ലാഷസിനും കാര്യത്തിനും ഒക്കെ ഇത് ബെറ്റർ ആണ്. ഞാൻ റെഡിറ്റിൽ വായിച്ചതാണ്. ഇവർക്ക് സംഭവം എന്ന് വെച്ചാൽ IP68 സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ നോക്കിയപ്പോൾ എന്തോ ചെറിയ ചെറിയ ഇഷ്യൂ കാരണം കിട്ടാത്ത, പക്ഷെ ഫോൺ അത്യാവശ്യം വെള്ളത്തിൽ ഇടാൻ സീനില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. സർട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. സോ ഡിസൈൻ, കൺസ്ട്രക്ഷൻ എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഡിസൈനിൻ്റെ ആ സാധനം ഫ്രണ്ടിലേക്ക് വരുമ്പം ആദ്യം എനിക്ക് പറയാനുള്ളത് ചക്ക പോലത്തെ ബെസൽ. എൻ്റെ പൊന്നോ, ഞാൻ നിങ്ങൾക്ക് ബി റോളിട്ട് കാണിച്ചു. ബെസൽ സത്യം പറഞ്ഞാൽ നല്ല ഹ്യൂജ് ബെസലാണ്. ഇത്രയും കാലമുള്ള ബെസൽ ഈ പ്രൈസ് റേഞ്ചിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ നത്തിങ്ങിന് അത് കുറയ്ക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ആ ഒരു പ്രീമിയംനെസ് അല്ലേ, പ്രീമിയം ഫീൽ അങ്ങ് എലവേറ്റ് ആയി പോയത്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഡിസ്പ്ലേനെ കുറിച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ല കളർ ആക്യുറേറ്റ്, നല്ല ബ്രൈറ്റ്, ബില്യൺ+ കളേഴ്സ്, PWM ഉണ്ട്, 120 Hz ഉണ്ട്, HDR10+ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. എല്ലാം നല്ല രസമുണ്ട്. 4500 പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. HBM ആണെങ്കിലും ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വെയിലത്തിൻ്റെ താഴെയൊക്കെ കൊണ്ട്, സൂര്യൻ്റെ അകത്ത് തൊട്ട് താഴെയൊക്കെ കൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിലും തെളിച്ചത്തിനൊന്നും ഒരു കുറവില്ലാത്തൊരു പാനലാണ്. സിനിമ കാണാനൊക്കെ രസമാണ്, ബിഞ്ച് വാച്ച് ചെയ്യാനും സൂപ്പറാണ്. ഡിസ്പ്ലേ ക്വാളിറ്റി ആൻഡ് കണ്ടന്റ് കൺസപ്ഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഗെയിം കളിക്കാനാണ്, സിനിമ കാണാനാണ്, എന്തിനായാലും 10-26,000 രൂപയുടെ ഡിസ്പ്ലേ ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിലുപരി എയ്ഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഇതിനെക്കാട്ടി ബെറ്റർ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ പ്രൈസ് റേഞ്ചിന് മോട്ടോ തരുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡോണ്ട് ഫിക്സ് ഇറ്റ് എയ്റ്റ് ബ്രോക്ക് എന്ന് പറഞ്ഞൊരു സാധനം പഴഞ്ചൊല്ലി കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ വലിയ തോൽവിയല്ല, പക്ഷേ എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും അല്ല. അപ്പോൾ ഹാപ്റ്റിക്സ് ആൻഡ് വൈബ്രേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ ആ ടാക്ടൈൽ ഫീലൊക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ആ ഒരു പഞ്ചി ടാക്ടൈൽ ഫീലല്ല കിട്ടണേ. എന്താ പറയുക, കാട്ടുചാത്തൻ മോട്ടറല്ല, ചാത്തൻ മോട്ടർ എന്നെല്ലാം ഒരു ഉപയോഗിച്ചേക്കണം. അത്യാവശ്യം നല്ലൊരു വൈബ്രേഷൻ മോട്ടർ തന്നെയാണ്. പക്ഷെ അത് ഭയങ്കര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു സാധനം അത്ര അങ്ങോട്ട് കിട്ടത്തില്ല. പക്ഷേ ഓൾ അറൗണ്ട് വൈബ്രേഷൻസിനകത്തും സൗണ്ടിനകത്തും ഒക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഡിസ്പ്ലേ എക്സ്പീരിയൻസ് അതെല്ലാം എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബാറ്ററി ലൈഫിനെ കുറിച്ചും പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞാൽ 5400 mAh ആണ് ബാറ്ററി ലൈഫ്. കഴിഞ്ഞതിൽ എനിക്ക് 3 5000 വന്നു, 400 mAh കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഉപരി തന്നെ എനിക്ക് വേറൊരു കാര്യം എടുത്ത് പറയാനുള്ള, ഹീറ്റിംഗ് അത്യാവശ്യം നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഫോൺ ഉപയോഗിക്കുമ്പോഴും ചെറുതായിട്ട് ഗെയിം കളിക്കുമ്പോഴും ക്യാമറ ഉപയോഗിക്കുമ്പോഴൊന്നും എനിക്ക് 3 ഒരു കംപ്ലൈൻറ്റ് ഉള്ളത് ഹീറ്റിംഗ് ആണ്. പക്ഷെ അത് ഇത്രയും ഇല്ല. ഇത്രയും നല്ല കേരളത്തിൽ ചുട്ട് പഴുക്കുന്ന ചൂടിലും എനിക്ക് ഹീറ്റിംഗ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. കേസ് ഇട്ടാരും കൂടിയാണ് ഞാൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് ഹീറ്റിംഗ് നിങ്ങൾക്ക് ഒരു കൺസേൺ ഉണ്ട് വേണ്ട. ബാറ്ററി ലൈഫിനെ കുറിച്ച് തിരിച്ച് വരികയാണെങ്കിൽ ഒരു 6.5 മണിക്കൂർ 6.25 മണിക്കൂർ ഒരു ആവറേജ് എൻ്റെ കണക്ക് സാധാരണ യൂസറിന് സ്ക്രീൻ ഓൺ ടൈം കിട്ടും. എന്ന് വെച്ചാൽ ഇച്ചിരി പേരിന് വേണ്ടി ഞാൻ ഗെയിം കളിച്ചു, അല്ലാതെ സോഷ്യൽ മീഡിയയും അല്ലാതെ യൂട്യൂബും
സോഷ്യൽ മീഡിയയാണ് മെയിൻ യൂസും, യൂട്യൂബ് അങ്ങനത്തെ ടെക്സ്റ്റും വാട്സാപ്പ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം സുഖമായിട്ട് കിട്ടും. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ബാറ്ററി ഈസ് ആബ്സല്യൂട്ട്ലി ഗുഡ്. അതിന് വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ 7S Gen 4 ചിപ്സെറ്റാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. 7S Gen 4 എന്ന് പറയുമ്പം അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആണോ എന്ന് വെച്ചാൽ അല്ല. പക്ഷേ എന്താ പറയുക, നമുക്ക് യൂസ് ചെയ്യാനും നമ്മുടെ യൂസർ എക്സ്പീരിയൻസിനും കാര്യത്തിനും എല്ലാം അടിപൊളിയാണ്. ഡേ ടു ഡേ വെബ് സർഫിങ് ആയിക്കോട്ടെ, യൂട്യൂബ് കാണുന്നതാണല്ലോ, എന്ത് പരിപാടിയാണെങ്കിലും ഒഴുകി പോകും. ലൈറ്റ് ടു ഹെവി മോഡറേറ്റ് ഗെയിമിങ്, ഹെവി എന്ന് പറയുന്നില്ല, മോഡറേറ്റ് ഗെയിമിങ്ങിന് നല്ല. കാരണം അഡ്രിനോട് 810 GPU ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത GPU. ഗെയിമിംഗ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ചെറിയ രീതിക്കൊക്കെ വേണമെങ്കിൽ പുഷ് ചെയ്യാം. എന്നാൽ ഭയങ്കരമായിട്ട് ചൂടായ അവിടെ സ്റ്റഡേഴ്സ് ഒക്കെ ഉണ്ട്. ഒരു അബ്സല്യൂട്ട് ഗെയിമർ ഫോണാണെന്ന് വെച്ചാൽ 25,000 രൂപയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് പറ്റുന്ന പെർഫോമൻസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ചിപ്സെറ്റില്ലാത്ത ഞാൻ ഹാപ്പിയാണ്. ചിപ്സെറ്റ് പിന്നെ 7S Gen 4 ആയതുകൊണ്ട് കുറച്ച് AI സ്കാനിങ്ങുകളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവസാനം പറഞ്ഞുതരാം. ചിപ്സെറ്റ് ബാറ്ററി ലൈഫിനകത്ത് ഈ പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് പെർഫോമൻസ് ഫോൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതിലും ബെറ്റർ പെർഫോമൻസ് ഫോണാണ്. പക്ഷേ നല്ല ബാലൻസ്ഡ് ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് മെയിൻ സാധനത്തിലേക്ക് വരാം. അതാണ് ഇതിൻ്റെ തൃക്കണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്ന തൃക്കണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇച്ചിരൂടെ ഷിറ്റ്, കറണ്ട് പോയി ഗൈസ്. സോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി KCBക്കാർ കറണ്ട് ഫ്ലിപ്പ് ചെയ്ത് കളിക്കുമായിരുന്നു. അവർ എന്ത് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷേ കോളേജിൽ ഇപ്പോൾ ഇറങ്ങിയതാ. അതിന് പിന്നെ ക്യാമറാസിനെ കുറിച്ച് പറയാം. സി ദി ക്യാമറാസ് ആർ അബ്സല്യൂട്ട്ലി ഗുഡ് ഫോർ ഫോട്ടോസിന് നല്ല രസമുള്ള ക്യാമറാസാണ്. നേരത്തെ പറയാം ട്രൈ ക്യാമറ സെറ്റപ്പിനെ കുറിച്ചും അതിൻ്റെ 8 MP അൾട്രാ വൈഡിനെ കുറിച്ചും അതിൻ്റെ 50 MP 3.5x ടെലിഫോട്ടോ പെരിസ്കോപ്പിനെ കുറിച്ചും അതേപോലെ തന്നെ മെയിൻ 50 MP വൈഡിനെ കുറിച്ചും ഫോട്ടോയ്ക്ക് ഗംഭീരം. ഈ പ്രൈസ് റേഞ്ചിനകത്ത് കിട്ടാവുന്നതിൽ വളരെ നല്ല ക്യാമറ സിസ്റ്റത്തിൽ ഒന്നാണ്. കളർ ആക്യുറസി ആയിക്കോട്ടെ, HDR ആയിക്കോട്ടെ, പ്രോസസ്സിങ് ആയിക്കോട്ടെ, ഒന്നും നമ്മളങ്ങനെ വെറുപ്പിക്കുന്ന രീതിയിലൊന്നുമില്ല കേട്ടോ. എല്ലാം ഒരു മയത്തിലും ഭയങ്കര രസമായിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. വെറുപ്പിക്കൽ സ്കീംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോ. കളറൊന്നും ബൂസ്റ്റ് ചെയ്യുന്നില്ല. അത് എന്താ പറയുക, ഒരു മെച്ചുവേർഡ് പ്രോസസ്സിങ്ങിലേക്ക് എത്തി. കഴിഞ്ഞോട്ടെ ഞാൻ ഷവോമി ഉപയോഗിച്ചപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നി ചിലപ്പോൾ HDR ഇച്ചിരി ഓവറായിട്ട് വെറുപ്പിക്കുന്നില്ല, സ്കിൻ ടോൺസ് ഓവറായിട്ട് വെറുപ്പിക്കുന്നു. ഇവരങ്ങനൊന്നുമില്ല. ഇന്ത്യൻ സ്കിൻ ടോൺസ് ഒക്കെ അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ട് തന്നെ വെച്ച് ഗുഡ് ക്യാമറ സിസ്റ്റം, നല്ല അപ്ഗ്രേഡ്സ് കാര്യങ്ങളൊക്കെ അവർ നോക്കി. അപ്പം അങ്ങനത്തെ കുറച്ച് ഗുണമേന്മയും കാര്യങ്ങളൊക്കെ എനിക്ക് ക്യാമറയ്ക്കകത്തോട്ട് ഓവറോൾ ഫോർ ഫോട്ടോസ് ഐ എം സാറ്റിസ്ഫൈഡ്. വീഡിയോസിനകത്ത് ഒരു 4K30 സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ടുവേർഡ്സ് ദി എൻഡ് കണ്ടു നോക്ക്. പക്ഷേ എനിക്ക് കൂടുതലൊന്നും പറയില്ല. വീഡിയോസ് ആർ ഓൾസോ റിയലി ഗുഡ്. ഭയങ്കര കുഴപ്പമില്ല, എന്നാൽ ഭയങ്കര കിടിലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. സോ അത്രയൊക്കെ എനിക്ക് ക്യാമറാസിനെ കുറിച്ച് പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ള, ക്യാമറാസിൻ്റെ വൈറ്റ് ബാലൻസ് ത്രൂ ഔട്ട് 3 ലെൻസും ഭയങ്കര ആക്യുറേറ്റ് ആണ്. ഇറ്റ് ഈസ് ഗുഡ്. ഇനി മെയിൻ ഒരു സാധനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് അബൌട്ട് നത്തിങ് OS. എൻ്റെ പൊന്നോ, നത്തിങ് OSനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറങ്ങിയപ്പം അവർ ഇത്ര ഹൈപ്പ് ഒക്കെ കൊണ്ടുവന്നാലും ഭയങ്കര റിഫൈൻഡ് എന്നൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. ഇറ്റ് വാസ് അതിൻ്റെതായ പോളിഷിങ് ഇഷ്യൂസ് എല്ലാം ഉള്ളൊരു സാധനമായിരുന്നു നത്തിങ് OS. പക്ഷേ ഇപ്പോൾ സൂപ്പർ. അവരുടെ AI ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, അവരുടെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ആയിക്കോട്ടെ, എല്ലാം ഭയങ്കര രസമുള്ള സോഫ്റ്റ്വെയർ ആയിട്ട് വന്നിരിക്കുക. ഭയങ്കര രസമുള്ള സച്ച്. എനിക്ക് ഐ ആം വെരി മച്ച് ഇൻ ലവ് വിത്ത് ദ വോയിസ് എന്ന് വേണേൽ പറയാം. അവരുടെ ഈ മോണോക്രോമാറ്റിക് തീം ആയിക്കോട്ടെ എല്ലാം ഭയങ്കര രസമാണ്. നമുക്ക് ഫ്ലൂയിഡിക് അനിമേഷൻസ്, സ്റ്റഡേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. 3 years ഓഫ് OS അപ്ഡേറ്റ് ഗ്യാരണ്ടീഡാണ്. അതേപോലെ 6 years ഓഫ് സെക്യൂരിറ്റി അവർ പ്രോമിസ്ഡാണ്. സോ 3 year ഉള്ളൂ എന്ന് വെച്ചാൽ ഒരു ബാഡാണോ എന്ന് വെച്ചാൽ ബാഡാണ്, പക്ഷേ ബാഡല്ല. പിന്നെ എസെൻഷ്യൽ സ്പേസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ ഞാൻ പറയുന്നത് വെച്ചാൽ കുഴപ്പമില്ല, കൊള്ളാം. വെരി പെർട്ടിക്കുലർലി ഭയങ്കര ഗുണമായിട്ടുള്ളൂ. പിന്നെ ബാക്കിൽ വരുന്ന നമ്മുടെ ഈ ഗ്ലിഫ് മോനെ കുറിച്ച് എൻ്റെ അഭിപ്രായം അത് പറയണമല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു റിംഗ് ട്യൂൺ കാണിച്ചു തരാം. ആ റിംഗ് ട്യൂൺ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ നിന്നതാണല്ലോ. പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ചോമ്പ് വെക്കും, അത്രയൊക്കെ ഉള്ളൂ. യൂസ്ലെസ് ഫോർ 99% ഓഫ് ദി ടൈം എന്ന് എനിക്ക് പറയാൻ പറ്റും. പച്ചയ്ക്ക് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഗുണമുണ്ട്, അല്ലെങ്കിൽ ഒരു ഗുണമില്ലാത്തൊരു സാധനമാണ്. എനിക്ക് ഒരു ഗുണവും തോന്നിയില്ല ഗ്ലിഫ്. ഞാൻ നത്തിങ്ങിൻ്റെ ഫോൺ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് മനസ്സിലാക്കി. ഒന്നെന്ന് പറയുമ്പോൾ അവർ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗ്ലിഫ് യൂസ്ലെസ് ആണ്. പക്ഷേ ഫോൺ ഇപ്പോൾ ഫണ്ടമെൻ്റലി ബെറ്ററായി വരുന്നു. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക ഗൈസ്. ഗ്ലിഫിന് വേണ്ടി മാത്രം വാങ്ങിക്കണം. ഷോ കാണിക്കാൻ കൊള്ളാം, പട്ടി ഷോ കാണിക്കാൻ, റൂട്ടിലേക്ക് ഇറങ്ങി കാണിക്കാൻ നല്ല, അല്ലാതെ നിങ്ങൾ വാങ്ങിക്കേണ്ടതേ പറയും. ഗ്ലിഫ് ഇസ് നോട്ട് സംതിങ് ഭയങ്കര കിടിലമായിട്ടൊരു സാധനമൊന്നും അല്ല. നിങ്ങൾ ഭയങ്കര റെവല്യൂഷണറി ആയിട്ട് ഒന്നും നിങ്ങൾക്ക് തോന്നത്തില്ല. ജസ്റ്റ് ഇറ്റ് ഇസ് ദെയർ. നിങ്ങൾ വേണമെങ്കിൽ ഷോ കാണിക്കാം, വേണമെങ്കിൽ ഷോ യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ നോ. ഫോർ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ നോ. ആദ്യത്തെ ഒരു 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഈ സാധനം കൊണ്ടൊന്നും മറന്നു പോകും. അങ്ങനത്തെ ഒരു സാധനമാണ്. സോ ഓൾ അറൗണ്ട് 25,000 രൂപയ്ക്ക്
ഐ ലൈക്ക് ദിസ് ഫോൺ. വെൽ ബാലൻസ്ഡ് ഒരു യുണീക്ക് ഫോണാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കാം. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോ ക്യാമറ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൂപ്പർ റിഫൈൻഡ് കിഡിലം യൂണീക്ക് OS എക്സ്പീരിയൻസ്. ഡിസ്പ്ലേ കൊള്ളാം. പിന്നെ ഡിസ്പ്ലേയുടെ ഇത്തിരി ബെസൽസ് ഇച്ചിരി തിന്നാണെന്ന് തോന്നിയാൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയേനെ. പിന്നെ വാൾപേപ്പേഴ്സ്, കാര്യങ്ങൾ, കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് എല്ലാം. നിങ്ങൾക്കൊരു 25,000 രൂപയ്ക്ക് ഇപ്പോൾ കാർഡ് ഓഫേഴ്സ് എല്ലാം അവൈൽ ചെയ്ത് 26,000 രൂപയ്ക്ക് എടുക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അല്ലാതെ അവരുടെ പ്രൈസ് ചെയ്തേക്കുന്നത് 30 മേളെന്തോ, അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇത് എവിടെ കിട്ടും എന്ന് വെച്ചാൽ കാർഡ് ഓഫേഴ്സ് എല്ലാം നിങ്ങൾക്ക് ABC മൊബൈൽസ് പട്ടത്ത് ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആണ്. അവിടെ ചെന്ന് അവർ കാർഡ് ഓഫേഴ്സ് എല്ലാം നിങ്ങൾക്ക് അവൈൽ ചെയ്ത് തരും. താൻ നമ്പറോടൊപ്പം ഉണ്ട്. ഐ റിയലി ലൈക്ക് ദിസ് ഫോൺ. മോർ ആൻഡ് മോർ ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഗ്ലിഫ് എന്ന് പറഞ്ഞ സാധനം ഞാൻ മറന്നു പോയാലും എനിക്ക് ഫോൺ എന്ന് പറഞ്ഞ OSും എസ്തെറ്റിക്സും ഫീലും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വരുന്നു. നത്തിങ് ഹാസ് ഡൺ എ റിയലി ഗുഡ് ജോബ്. അവർ റിഫൈൻഡ് ആയിരുന്നു. സോ ഗൈസ്, ദാറ്റ് ഈസ് ഇറ്റ്സ് ഫ്രീ ഹിയർ. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. കോളേജ് പേഴ്സൺ ഇറങ്ങി ഓടട്ടെ. ലവ് യു.